എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ് കേട്ടോ. അതും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിത് തയ്യാറാക്കുന്നത് ബ്രെഡിലാണ്. വെറും 4 പീസ് ബ്രെഡ് കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഈ ഹൽവ തയ്യാറാക്കുന്നത്. വിത്തിൻ 10 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി കാണാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 4 പീസ് ബ്രെഡാണ്. ഇതിനെ നമുക്ക് ഒരു ബ്രെഡ് നൈഫ് ഉപയോഗിച്ച് 4 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ പീസസ് ഒക്കെ എടുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ ഞാനിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി മറ്റൊരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെഡിന് നല്ലൊരു തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പും കുറച്ചുകൂടി എടുക്കാം കേട്ടോ. ആ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സംഭവം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ക്രംസ് ഉണ്ടല്ലോ, അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതിനെ വറുത്തെടുക്കണം. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വരെ വേണം നമ്മൾ വയ്ക്കാനുള്ളത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ബ്രെഡ് ക്രംസ് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോക്കനട്ട് ഓയിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നെയ്യല്ല, കോക്കനട്ട് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അതും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ ഇതിലോട്ടൊരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കുക. അതിനുശേഷം ഞാനൊരു പിഞ്ച് ഉപ്പ് നല്ല മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയാണിത്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ. അതായത് ഒരു നൂൽ പരുവ് ആവാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ക്രംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സിങ്ങിൽ കിടന്ന് നമ്മളെ ക്രംസ് നല്ല ഒരു സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇതിലോട്ട് ഞാനിപ്പോൾ കോൺ സ്റ്റാർച്ച്, അപ്പോൾ കോൺ സ്റ്റാർച്ച് ഇപ്പോൾ അടിയിൽ നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ടാവും. അതിനെ നമുക്കൊന്ന് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രംസ്, അതായത് നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോൺ സ്റ്റാർച്ച് ഒഴിക്കാനുള്ള ടൈമായി കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇനി കോൺ സ്റ്റാർച്ച് ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ടക്കനെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു വശം മാത്രം ആയിപ്പോവും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊരു ഹൽവ കിണ്ടി എടുക്കുമ്പോഴത്തെ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മാറി ഒരു നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ കോൺ സ്റ്റാർച്ച് ഒഴിച്ചതാണ്. അതുകൊണ്ട് ആ മിക്സിങ് എല്ലായിടവും കിട്ടണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഹൽവ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. ഇപ്പം അരിയുടെ ഹൽവ തയ്യാറാക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നമുക്ക് വേണ്ടി വരും ഈ ഹൽവ തയ്യാറാക്കി എടുക്കാൻ. അത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3.5 ടീസ്പൂൺ നെയ്യാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒരു ലഞ്ച് കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ മധുരമൊക്കെ കഴിക്കണമെന്നുണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നൊക്കെ ഹൽവ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റിക്കും. ഇനി നമ്മൾ ഈ മാറ്റുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ആ സ്പൂണുണ്ടല്ലോ, നെയ്യെടുത്ത സ്പൂൺ കൊണ്ട് ജസ്റ്റ് അതിൻ്റെ പുറം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ ബേസ് മാത്രമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ, അതിന് അടിയിലോട്ട് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഡീമോൾഡ് ചെയ്യുന്ന സമയത്തും ചെറിയ ഒരു ഇതുണ്ടാവാം. ഇനി നമ്മളിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റ്സ് വേണ്ടി വരും. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ബൗളൊന്ന് മാറ്റാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അരി ഹൽവ പോലെ തന്നെയാണ്, പക്ഷേ ആ അരി ഹൽവയുടെ ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അരി ഹൽവയുടെ ടേസ്റ്റും ബ്രെഡ് ഹൽവയുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയണേ. ഇനി ഞാൻ ഇതിലോട്ടൊരു കാഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സംഭവം നല്ല കിഡു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്, നമ്മളെ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എല്ലാവരും പ്ലീസ് എല്ലാവരും നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നത് വരെ സമീസ് ഫുഡ് ആൻഡ് വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ.